ഹലോ ഇന്ന് മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങള് ബഹ്റൈനിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ബഹ്റൈനിലേക്കുള്ള യാത്രയും ഓൺ ദ വേയിൽ ഞങ്ങൾ കാണുന്ന കാഴ്ചകളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ബർത്ത്ഡേക്കാരി വരുന്നുണ്ട്. ഇങ്ങോട്ട് തിങ്ങുന്നു ഫുൾ ഡ്രസ് കാണിച്ചു. ദിസ് ഈസ് മൈ ബർത്ത്ഡേ ഗേൾ. ആർ യു എക്സൈറ്റഡ്? ഹവാസിന് എത്രാമത്തെ ബർത്ത്ഡേ ആണെന്ന്? 12 വയസ്സാവണാണ് ഹവാസിന്. Come out, birthday girl. അങ്ങനെ ഞങ്ങളെ ജേണി ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. പക്ഷേ ഞങ്ങൾ ഒരു സാധനം മറന്നിട്ടാണ് കാറിൽ കയറിയിരുന്നത്. കുറച്ചങ്ങോട്ട് വന്നതിന് ശേഷമാണ് ഓർമ്മ വന്നത്. അപ്പോൾ നേരെ ഞങ്ങൾ അടുത്തുള്ള ലുലു മോളിലേക്ക് പോവുകയാണ്. ആസ്മോളെ സ്വിമ്മിങ് ചെയ്യുമ്പോൾ ഇടുന്ന ഗോഗിൾസ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ലുലു മോളിലേക്ക് വന്നതാണ്. അപ്പോൾ അത് വാങ്ങി നേരെ ഞങ്ങൾ പോണത് ബഹ്റൈനിലേക്കാണ്. സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഈ വീഡിയോ കുറേ മാസം മുന്നേ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. അതായത് ലാസ്റ്റ് ഒക്ടോബറിലെ വീഡിയോ ആണിത്. ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്തിടുന്നത്. എനിക്ക് ഭയങ്കര മടിയാണ് ഈ ഇടയായിട്ട്. എനിക്ക് യൂട്യൂബ് ഞാൻ നോക്കാറേ ഇല്ല. സോ അത് കാരണമാണ് ഈ വീഡിയോ ഇത്രയും ലാഗ് അടിച്ചത്. ഇനി തൊട്ട് ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സൗദി ടു ബഹ്റൈൻ പോകുമ്പോൾ ഏറ്റവും അടിപൊളി കാഴ്ച എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫഹദ് കോസ്വേ ആണ്. എന്ത് രസമാണെന്നറിയോ ഇതിലേക്കുള്ള യാത്ര. 25 കിലോമീറ്റർ ആണ് ഇത് സൗദിയിൽ നിന്ന് ബഹ്റൈനിലേക്ക് പോകുന്ന ഈ ബ്രിഡ്ജിനുള്ളത്. 38 വർഷം മുന്നേ 1986 നവംബർ 26 ഈ ഫഹദ് കോസ്വേ, അതായത് സൗദി ടു ബഹ്റൈൻ ബ്രിഡ്ജ് ഓപ്പൺ ആക്കിയത്. Speed to the city streets, we began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. സൗദി കടന്ന് നേരെ ബഹ്റൈനിലേക്ക് അടുത്ത രാജ്യത്തിലേക്ക് വന്നേക്കാണ്. ഞങ്ങളുടെ 5th കൺട്രിയാണ് ബഹ്റൈൻ. വാസിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ചാണ് ഞങ്ങളിവിടെ വന്നേക്കണത്. അടിപൊളിയായ ട്രിപ്പാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരുപാട് ദിവസമൊന്നുമില്ല. ഞങ്ങൾ പോയി നാളെ റിട്ടേൺ അടിക്കും. ബിക്കോസ് സൺഡേ വർക്കിംഗ് ആണ്. അപ്പോൾ ഇവിടുത്തെ ബയോമെട്രിക് ഇല്ലാന്ന് തോന്നണമായിരുന്നു. അപ്പോൾ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ ബഹ്റൈനിലേക്കാണ്. ഞങ്ങൾ ബഹ്റൈനിൽ പോയി സ്ഥലമൊക്കെ ഇറങ്ങി അങ്ങനെ ഹവാസിൻ്റെ ബർത്ത്ഡേ ബഹ്റൈനിൽ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ സ്റ്റേ ട്യൂൺഡ്. അങ്ങനെ ഞങ്ങളെ ചെക്കിങ്ങും എമിഗ്രേഷനും അങ്ങനെ എല്ലാം സ്മൂത്തായിട്ട് കഴിഞ്ഞു. ഞങ്ങൾ പുതിയ രാജ്യത്തിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞേക്കാണ്. ഭയങ്കര ഒരു നല്ലൊരു ഫീലാണ് ഒരു പുതിയ രാജ്യത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ, അല്ലേ? അത് ഒരു അപ്പം നമ്മൾ ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ ശ്രദ്ധിക്കും. നമ്മൾ റോഡ് എക്സാക്ട്ലി GCC എല്ലാം ഏകദേശം ഒരേപോലെ ആണെങ്കിൽ പോലും പക്ഷേ പുതിയ രാജ്യത്തെത്തുമ്പോൾ ഒരു വല്ലാത്ത ഫീലിംഗ് ആണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. യാത്രയോട് ഇഷ്ടമുള്ള എല്ലാവർക്കും ആ ഒരു ഫീല് കിട്ടും.
എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു ഉച്ച ടൈം ആയിട്ടുണ്ടായിരുന്നു. നല്ല വിശക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് 2-3 ഹോട്ടൽസൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, റെസ്റ്റോറൻറ്റ്സ്. സോ ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള പദ്ധതിയിലാണ്. മുന്നേ സ്റ്റൈലൊക്കെ നടന്നു. എൻ്റെ 2 ഗേൾസ് റെസ്റ്റോറൻറ്റിൽ നോമ്പാണ്. അത് നീ എന്താ കഴിക്കുന്നത്? ചിക്കൻ ബിരിയാണി വേണം, ബീഫ് ബിരിയാണി വേണം? ഇവിടുത്തെ ബീഫാണ് ഫേമസ്. ചിക്കനാണ് ഇവിടുത്തെ ബീഫ്, ചിക്കൻ മതി. ഞാൻ ബീഫ്. അപ്പോൾ 2 ചിക്കനും 1 ബീഫാണ് കഴിക്കുന്നത്. ഇവിടുത്തെ ബിരിയാണി ഇല്ലേ? ബീഫ് ബിരിയാണി ഇല്ല, 1 ബീഫ് 2 ചിക്കൻ ബിരിയാണി. ലഗൂൺ ചിക്കൻ ലഗൂൺ വേണം. ലഗൂൺ വരെ നാടനാണ്. അത് വേണ്ട, സാധാ മതി. ദമ്മല്ലേ? അതെ. അതെ, ഇവിടെ കല്യാണമാണ്. കല്യാണത്തിന് വിളമ്പറാണ് ഇയാള്. അതെ, നമ്മള് കല്യാണത്തിന് ഒന്ന് ഫീലാന്നേ. പാട്ട് സാധനം കേട്ടത്. ഒപ്പനയും കൂടി ഉണ്ടെങ്കിൽ പൊളിച്ചിരുന്നു. ഒപ്പനയും കൂടി ഉണ്ടെങ്കിൽ പൊളിച്ചിരുന്നു. സ്ലോ മോഷനില് കഴിക്കടാ. I love the air. കൊള്ളാലോ, പുതിയ പരിപാടി. ഞാനിവിടെ അങ്ങനെ കണ്ടിട്ടില്ല. സംഭവം പൊളി. താങ്ക് യു. എടുത്ത ബീഫ് ചിക്കൻ എടുത്ത് കഴിച്ചോ. എങ്ങനെയുണ്ട്? ചിക്കൻ പോലെ ഉണ്ടോ? അടിപൊളി ബിരിയാണി ആയിരുന്നു. ബിരിയാണീൻ്റെ ഒരു എന്താ പറയുക, നാട്ടിൽ പോയി കഴിച്ച ഒരു ഫീല് അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നല്ല കിടിലം ബിരിയാണി ആയിരുന്നു. സൂപ്പർ 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 ബിരിയാണി ആയിരുന്നു. ഒരു നാട്ടിൽ നിന്നൊക്കെ നമ്മൾ ഒരു കല്യാണ വീട്ടിലൊക്കെ പോയിരുന്ന് തിന്നണ ഒരു ഫീലില്ലേ, അത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇനി പാട്ടൊക്കെ വെച്ച്, ആ പാട്ട് ഇവിടെ ഇടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ പാട്ടൊക്കെ മ്യൂട്ട് ചെയ്തേക്കണത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ ആയിട്ട് ഡാൻസൊക്കെ കളിച്ച് അടിപൊളിയായിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോകാൻ പോവാണ്. എലൈറ്റ് ആൻഡ് റിസോർട്ട് സ്പാ, അവിടെയാണ് നമ്മൾ നിൽക്കാൻ പോകുന്നത്. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ പറന്ന് പോണ തരം കാറ്റ്. എനിക്കറിയില്ല എത്ര കാറ്റുള്ള സ്ഥലം ഞാൻ വേറെ പോയിട്ടില്ല. അത്രയും കാറ്റെന്ന് പറഞ്ഞാൽ പറന്ന് പോകാണ്ടിരുന്നത് ഭാഗ്യം. അത്രയും കാറ്റാണ്. ബിക്കോസ് ബഹ്റൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സറൗണ്ടഡ് ബൈ സീ, അതുകൊണ്ടായിരിക്കും മേ ബി അത്രയും കാറ്റ് വരുന്നത്. ഈ വ്യൂ ഉണ്ട്, സീ വ്യൂ.
at the view, guys. 3, 2, 1. ഉള്ളിൽ ഓട്ടോമാറ്റിക് ഡോറാണ് ഇത്. ഓട്ടോമാറ്റിക് ആയിട്ട് തുറക്കുന്ന ഡോറാണ്. ഫസ്റ്റ് നമ്മൾ വന്ന് നിന്നാൽ മതി, തുറക്കാൻ ഒരാളെ വെച്ചാൽ മതി. വരുമ്പോ തന്നെ ഒരു മിനി കിച്ചൺ ഉണ്ട് ഇവിടെ. നമുക്ക് വേണ്ടി കുക്ക് ചെയ്യാം, പക്ഷെ ഞാൻ കുക്ക് ചെയ്യാനൊന്നുമില്ല. മിനി കിച്ചൺ ഉണ്ട്. പിന്നെ ഇതൊരു കുഞ്ഞ് ലിവിങ് ഏരിയ ആണ്. നമുക്ക് ഇതൊരു ടി വി കാണാം, പക്ഷെ നമ്മൾ ടി വി കാണുന്നില്ല. നല്ല കിടിലിനൊരു വ്യൂ ആണ് നമ്മളെ ലിവിങ് റൂമിൽ നിന്ന് വരുന്നത്. നൈസാണ്. നോക്ക്, ആൾക്കാർ അടിയിൽ സ്വിം ചെയ്യാനുണ്ട്, നീന്തി തുടിക്കുന്നു. അത് വല്ലാണ്ട് സൂം ചെയ്യണ്ട, ഇങ്ങനെ പോയി. അവാസിൻ വാ, ജമ്പ് ചെയ്യണ്ടേ? ഇനി നമുക്ക് മെയിൻ സ്ഥലം നമ്മുടെ ബെഡ്റൂം. നല്ല കിടിലൻ സോഫ്റ്റ് ബെഡ് ഉണ്ട്. Yes. എനിക്ക് മേക്കപ്പ് ചെയ്യാൻ സെപ്പറേറ്റ് ചെയർ. ഹസ 2, 1. I'm gonna create snow in the. Come, we're letting him do ഇവിടെ it. മേക്കപ്പ് ചെയ്യാനുള്ള ഒരു പോർഷൻ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് കാണാറില്ല. നല്ല അടിപൊളിയാണ്. നല്ല കിടിലൻ വ്യൂ ഉണ്ട്. പിന്നെ ടോയ്ലറ്റ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ്. അകത്തേക്ക് പോകണം. അങ്ങനെ ഭയങ്കര പറയത്തക്ക ഇല്ല, എന്നാലും നൈസാണ്, അടിപൊളിയാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള ഡ്രസ് വെക്കാനുള്ള ഷെൽഫും കാര്യങ്ങളൊക്കെയാണ്. മെയിനായിട്ട് വ്യൂ ആണ്, അത് പറയേണ്ട തന്നെയാണ്. ഇത് രസം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ബീച്ചിൽ ഇറങ്ങാം കേട്ടോ. ആസ രണ്ടാമത്തെ ഔട്ട്ഫിറ്റ് ആണ്. അപ്പം ഞങ്ങൾ റൂമിലൊക്കെ ഒന്നൊന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. മുന്നേ കുറേ സംഭവങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ സംഭവമാണെന്ന് പറയും. ഞങ്ങൾ ഒരു സ്കേറ്റിംഗ് പിന്നെ അങ്ങനത്തെ എന്തൊക്കെ ഇൻഡോർ ആയിട്ടുള്ള ഒരു പരിപാടിയുള്ള സ്ഥലമുണ്ട്. മെട്രിക്സ് ബഹ്റൈൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പം ഞങ്ങൾ അവിടേക്ക് പോകുന്നു. ലാസ്റ്റ് പറയും ബർത്ത്ഡേ പോലെ ഈ തന്ത ഈ തള്ളേ മാത്രമേ ഉള്ളല്ലോ. ഞാനെവിടെ ചോദിക്കും. Avasin's birthday. എന്ത് സാധനം വാങ്ങിക്കാനാണ്? അതാണോ?
ആ ഗൻസിനെ ഇതാ ഇതിൽ ഏതാ പറയടാ. Let me look for it if it's good. ഇതാണോ No, There that's ഇരിക്കുന്നു. One Piece. That's ഇരിക്കുന്നു. cheese. Oh, look, this is so. ചീച്ചി എന്താ അതിന്റെ പേര് Chi-Chi. There is. ആ ഇതന്നെല്ലാം സെയിം ആണത്. ആ രണ്ടുമൂന്ന് അതല്ലേ ഞാൻ കാണിച്ചത് Put it there. Put it there. ഞാൻ നിന്നോട് കാണിച്ചല്ല ആദ്യം ഈ സാധനമാണെന്ന് പക്ഷെ ഞാനപ്പോൾ ഇത് കാണുന്നത് 6 feet. വാങ്ങിക്കണല്ലേ You know, higher chance likely they don't even know the characters. മേലേക്ക് പോ. They just run. Daddy. അപ്പുറത്തപ്പുറത്ത്. Higher chance likely they just don't know the characters. They just randomly picking some. They know the characters, but not these people. They just bring and keep all the ones. Yeah. They only have Chi-Chi as a merchandise. Just confused why only Chi-Chi. What is that? Matrix. There's a, you know, there's a game in my last school which is called Matrix. Like. ഇന്ന് ഞങ്ങൾ ഈ സ്ഥലത്തേക്കാണ് പോണത്. മെട്രിക്. ഇത് ബൗളിംഗ് ആണ്. I told you to look at the floor. ഞാൻ സ്കേറ്റിങ്ങിൻ്റെ എടുത്തിട്ട് വന്നാലോ എന്നാ പിന്നെ ഇങ്ങോട്ട് അല്ല നിങ്ങളവിടെ നിന്ന് ഞാൻ അടുത്ത് വന്നുണ്ട്. അസ ഫ്രണ്ട്ലി മോമിയുടെ കൂടെ നടക്ക്. No, it's actually like നല്ല കൂൾ പ്ലേസ് അല്ലേ. ദിസ് ഈസ് ദ സ്കേറ്റിംഗ്. ഇല്ല നമുക്ക് സൈഡിൽ പിടിച്ചിട്ട് നടക്കാം. ഈ കമ്പിയുടെ മേലെ പിടിച്ചിട്ട് നടക്കാം. trigger warning. ഇവിടെ നമ്മൾ സ്കേറ്റിംഗ് ചെയ്യാൻ വേണ്ടി പോണത്. നടന്നോ 1 hour ഉണ്ട് നമുക്ക്. പഠിക്കാടാ അങ്ങനെ തന്നെ അല്ലേ. Those kind of skating. റോക്ക് ആൻഡ് റോൾ ബുൾ സൈഡ്. 7-6. കമാൺ. ഇത് ഗോ കാർട്ടിങ്. ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ യു ചെക്ക്. Stand up. Yeah, you are 5.5 I think. 5.6 അല്ല 5.5 ആയുള്ളൂ. റീനോ നോക്കാം എത്ര ഉണ്ടെന്ന്. 5.6 ഉണ്ട്. 5.6 അതാ ഇതുകൊണ്ടാണ്. 5.6 ഇല്ല 5.4. 6.2 ഇത് റോങ് ആണോ 6.1. And girls say they want 6 foot tall men. എന്ത് നല്ല രസമുണ്ടല്ലോ ഇത്. അടിപൊളി സംഭവം. ഇതിൽ നടക്കുമ്പോ ഗെയിമിൽ നടക്കണ പോലെ. എന്തിനാണ് ഈ ഇരുട്ടത്ത് കൂളിംഗ് ഗ്ലാസ് ഇട്ടേക്കണത്? ഗായ്സ് ഇരുട്ടത്ത് കൂളിംഗ് ഗ്ലാസ് ഇട്ട് നടക്കണ്. നമ്മൾ രണ്ടിനും കറക്റ്റ് മാച്ചാണ്. അവിടെ ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു. അതായത് ഗോ കാർട്ട്, പിന്നെ ബൗളിംഗ്, സ്കേറ്റിംഗ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം മുന്നാക്ക് ഭയങ്കര ആഗ്രഹം സ്കേറ്റ് ചെയ്യണമെന്ന്. ഹവാസിന് ഓൾറെഡി സ്കേറ്റിംഗ് അറിയാം, അവൾ പഠിച്ചിട്ടുണ്ട്. സോ അവൾ സൂപ്പറായിട്ട് ചെയ്യും. മുന്നാക്ക് ഭയങ്കര ആഗ്രഹം അവളെ കൂടെ സ്കേറ്റ് ചെയ്യണം എന്നുള്ളത്. എന്നെ കൂടെ നിർബന്ധിച്ചിട്ട് സ്കേറ്റിങ്ങിൻ്റെ സംഭവം എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സൈസൊക്കെ നോക്കി കറക്റ്റ് ഷൂസൊക്കെ സെലക്ട് ചെയ്ത് ഹവാസിന് ആദ്യം സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ മുന്നേ ഇട്ടു. ഞാനും എനിക്കും ഉള്ളത് കറക്റ്റ് ചേഞ്ച് എല്ലാം കിട്ടിയായിരുന്നു. അങ്ങനെ ഈ ഷൂസ് ഇടണം നമുക്കിതൊന്നും വലിയ പരിചയമില്ലല്ലോ. അപ്പോൾ അത് കാരണം അത് ഇടാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരെണ്ണം ഇടുമ്പോൾ ഒരെണ്ണം ഊരിപ്പോവും. അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് ഞാനെല്ലാം ഇട്ടു. എല്ലാം സെറ്റായി. എൻ്റെ കാലിലും ഒക്കെ റെഡിയായി. അപ്പോൾ ഞാൻ മുന്നാണ്ട് പറഞ്ഞ് നിങ്ങളൊന്നൊരു കാര്യം ചെയ്യുക, എണീറ്റിട്ടൊന്ന് നടന്നു നോക്കുക എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ എന്ന്. അപ്പോൾ മുന്നേ എണീച്ച് നടക്കുന്ന ഒരു രംഗം നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഞാൻ അത് ലൈവായിട്ട് വിടണുണ്ട്. ഇക്ക അസസ് അവിടെ എത്തി കളി തുടങ്ങി. അത് പഠിച്ചിട്ടുണ്ടല്ലോ. പൈസ ഇത് എളുപ്പമല്ല തന്നെ പറഞ്ഞത്. ഞാൻ എണീച്ചപ്പോൾ എനിക്കത് മനസ്സിലായതാണ്. ഞാൻ ഇരുന്നത്
പൈസ തിരിച്ചു തരുമോ? ആ, അതായിരിക്കും നല്ലത്. വെറുതെ നടുപടിയാണ് എന്തിനാണ് ബഹ്റൈനിൽ വന്നിട്ട്. അടുത്ത ആഴ്ച എനിക്ക് കോൺസേർട്ട് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ തിരിച്ചു വന്നേ അറ്റ്ലീസ്റ്റ്. അങ്ങോട്ട് തിരിച്ചു വാ. എനിക്ക് പേടിയാവണം വരണണ്ടിട്ട്. ഈ സാധനം വീഴുവോ? എനിക്ക് അതാണ് പേടി. ഭയങ്കര ബലം കൊടുക്കല്ലേട്ടാ ഇനി, അധികം ബലമില്ലേ. ഇതിലിരിക്കി. ഇവിടെ ഇരുന്നോ, ഇവിടെ ഇരുന്നോ, ഇവിടെ ഇരുന്നോ, ഇവിടെ ഇരുന്നോ. ഞാൻ പിടിക്കാം. അറിയാത്ത പണിക്ക് പോയാ ഇതാണ്. അങ്ങനെ ഞങ്ങളുടെ ശ്രമം മുളയിലേ നുള്ളി എന്നൊക്കെ പറഞ്ഞ പോലെ ചെന്നപ്പോൾ തന്നെ നമുക്ക് നടക്കൂല എന്ന് മനസ്സിലായ കാരണം ഞങ്ങൾ അതൊക്കെ ഊരി വെച്ചു. ബൗളിംഗ് ആണോ? റേസ് ട്രാക്ക്. ഇതിനെന്താ പറയണത്? അങ്ങനെ ഞങ്ങളുടെ നെക്സ്റ്റ് ഐറ്റമായ കാർട്ടിങ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് ഇവർ രണ്ടുപേരും പോയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ കയറാമെന്ന് പറഞ്ഞിട്ട് അവർ ഫസ്റ്റ് റൗണ്ട് പോയി. പിന്നെ ആ നല്ല ഇൻട്രസ്റ്റിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാനും കൂടെ കയറിയായിരുന്നു. സൂപ്പർ എന്ന് പറഞ്ഞാൽ പൊള്ളിയായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം പോയി പിന്നെയും ടിക്കറ്റ് എടുത്ത് പിന്നെയും പോയി. അത്ര അടിപൊളിയായിരുന്നു. കേവ് എസ്കേപ്പിലേക്ക് പോകണ്ടാവും. അതിന് എൻ്റർ ഇഫ് യു ഡെയർ. ആള് നല്ല ധൈര്യശാലിയാണെന്ന് കാണിക്കാൻ വേണ്ടി പോകണ്ട. അവള് ധൈര്യശാലിയാണ്, എന്നെ പോലെ അല്ല. അവാസിൻ അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഐറ്റമായ ബൗളിംഗ് ചെയ്യാൻ വേണ്ടി പോവാണ്. എനിക്ക് അതിൽ ചെയ്തിട്ട് 1, 2, 3 എണ്ണം വീണുള്ളൂ. ബാക്കി ഹവാസിനും ഡാഡിയും ചെയ്തത് അടിപൊളിയായിട്ട് വീണിട്ടുണ്ടായിരുന്നു. അയ്യോ,
സാഹസികത എവിടെയാണെന്ന് തപ്പി നടക്കണാണ്. ഇനി അടുത്ത് എന്താ നമ്മളുടെ പരിപാടി? അറിയില്ല. ജെറ്റ്സ്കി എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കഥ പറയായിരുന്നു. കഥ ഓൾറെഡി ഞാൻ വേറൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ല പേടിയുള്ള സാധനം. എന്ത് സാധനം? മധുരം. കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട്. ഐസ്ക്രീം, കോക്കനട്ട്. നമ്മൾ പറഞ്ഞേക്കണത് ഇതാണ്. കോക്കനട്ട് ആൻഡ് മാംഗോ ഐസ്ക്രീം. വെറൈറ്റി കളറുകൾ. ആ വാസിന്റെ കേക്ക് കട്ടിങ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഹവാസിൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു. പേടിയാണ് എടുക്കുക. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഹവാസിൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഐസ്ക്രീം ആക്കിയിരുതാ? ഐസ്ക്രീം For me, I'm the birthday girl. ഡാഡിക്കില്ല വിത്ത് ഐസ്ക്രീം. ആ മാംഗോ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടോ? ഇതിനും എത്ര സൈഡ് ആയിട്ടിരിക്കും എന്നാ പറഞ്ഞ? ഒരാഴ്ച. ഇതിൽ കോക്കനട്ട് ഉണ്ട്. ഇതാണ് കോക്കനട്ട്. ഞാൻ പീനട്ട് പ്രോട്ടീൻ മാത്രമേ കഴിക്കുന്നു. ഇതിൽ കുറച്ച് ഐസ്ക്രീം ആക്കി തരും. അതൊക്കെ അടിച്ചു കുറച്ച്. 5 ലിറ്ററല്ലേ എടുക്കുന്നത്? ഇടാൻ പറ്റില്ല. അതുകൊണ്ട് You want to eat this? I'll do one. ഞങ്ങൾ തായ്ലാൻഡിലെത്തി ഗൈസ്. ഇക്കാണെങ്കിൽ ഫുൾ ബീച്ച് വെയറാണ്. നല്ല സ്റ്റൈലായിട്ടിരിക്കണത്. കഴിച്ചോ. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ബഹ്റൈനിൽ ആരെങ്കിലും വന്നെങ്കിൽ ഈ മോളുടെ പേരെന്താടാ? ആ മോളിൽ വന്നിട്ട് ഈ കടയിൽ കയറിക്കോ. അടിപൊളി സാധനമാണ്. Habunka. Today is her birthday. Yeah. Not last. The before one we went to Phuket. Yeah, Phuket. We celebrated her 10th in time. 12 year, huh? What's your name? What's your daughter's name? Sarah. Sarah. Oh, Nice name. Well, let's go. Nice to meet you. Nice to meet you. What's your name? Tisha. Nice to meet you, Tisha. You are very tasty. Okay, very nice. Very nice. Habunka. അപ്പം നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് പോവാണ്. അവാസിൻ, ആർ യു റെഡി? അവാസിൻ ബർത്ത്ഡേ ആയിട്ട് രാവിലെ തൊട്ടിട്ട് ബിസിയാണ്.
ഓരോന്ന് ചെയ്തിട്ട്. നമ്മളെ വീഡിയോ എടുക്കാൻ ആരെങ്കിലും ഞാൻ തന്നെ എടുക്കാം. ഞാനും കണ്ടില്ല, നീ ഇപ്പൊ വീഴാൻ പോയപ്പോഴാണ് ഞാനത് കണ്ടത്. അതാണ് ഹോട്ട് പൂള്. ഇസ് ദാറ്റ് ഹോട്ട് പൂൾ? അങ്ങനെ ഞങ്ങളെ സ്വിമ്മിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും ഡ്രസ്സ് ചെയ്തു. ആ സെയിം ഡേ തന്നെയാണത്. ഔട്ടിങ് പോവാണ്, അതായത് ഒരു ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. മുന്നേടെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ പുള്ളി ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങോട്ടാണ് പോണത്. ഇതാണ് പുള്ളിയുടെ പേര് പാരിസ് എന്നാണ്. ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. ഹവാസിൻ്റെ ലാസ്റ്റ് ഔട്ട്ഫിറ്റ്. ഇത് ബഹ്റൈൻ വ്ളോഗിൻ്റെ പാർട്ട് 1 ആണ്. പാർട്ട് 2 ഞാൻ സൂൺ വേഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ആയി പോകും. കാലടി ചവിട്ടു കേട്ടോ, കാലടി ചാടി ചവിട്ടു. ആ എവിടെയാണ് റെസ്റ്റോറന്റ്? എവിടെ ആണല്ലേ? ഇത്രയും ആൾക്കാർ ഇവിടെ തിന്നണാണ്. വോയിസോറൊക്കെ വേറെ കൊടുക്കും. മ്യൂസിക് ഉണ്ടെങ്കിൽ പറയാൻ പറ്റില്ല, ചിലതൊക്കെ അങ്ങനത്തെ റോ ആയിട്ട് ഇടും. ഇപ്പം പറഞ്ഞ റോ ആയിട്ട് ഇട്ടോട്ടാ. റോ പറഞ്ഞുതരാം. അവര് സ്കാൻ ചെയ്യേണ്ടി വരും, എന്നിട്ടേക്ക് ഓർഡർ ചെയ്തു. അങ്ങനെ അസ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. നല്ല അടിപൊളി ആംബിയൻസ്, നല്ല ക്ലൈമറ്റ്. അടുത്ത എന്താണ് ഫോട്ടോസ് എടുക്കാട്ടോ. ഇൻസ്റ്റാഗ്രാമില് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ അതിലുണ്ടെന്ന് അതിന്റെ മെനു. അടിപൊളി അടിപൊളി. ഇതെന്താ സംഭവം? പറഞ്ഞില്ല നമ്മള് എല്ലാം ഒന്ന് തന്നെ. ഇതൊക്കെ ചിക്കനാണ്. 4-5 ഫിഷ് വരാണ്ട് അല്ലേ? ഇത് കബാബ. എന്താ പറയണ? ചിക്കൻ ടിക്ക, ചിക്കൻ ടിക്ക, ചിക്കൻ ടിക്ക, ചിക്കൻ ടിക്ക എല്ലാം തന്നെ. പിന്നെ ഹമൂസ് ഉണ്ട്, ജ്യൂസ് ഉണ്ട്, ഫിഷ് വരാനുണ്ട്. എങ്ങനെയുണ്ട് മകനെ? കൊള്ളാവോ? കൊള്ളാന്നതാ കൊളായി അല്ല കൊള്ളാം. എല്ലാം കാണുമ്പോൾ ഏകദേശം ഒരേപോലെ ആണെങ്കിലും സംഭവം ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്.
ഈ പുള്ളിയാണ് ഇതെല്ലാം സജസ്റ്റ് ചെയ്തത്. പാരിഷ് പാരിസിന്റെ ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം പാരിഷാണ് ഇവിടെ വന്നിട്ട്. ഇതിന് മെയിൻ ആയിട്ട് ഇതിന് ഫുഡും പിന്നെ ഇവിടുത്തെ ആംബിയൻസ്. ഇവിടെ ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ. നല്ലൊരു കിടിലൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു. നല്ല ആംബിയൻസും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. സൂപ്പറായിരുന്നു. ഒരു ഡ്രോബാക്ക് ഉണ്ട്, ഫുഡ് അത്ര എനിക്കത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ഒരു 50-50 അത്രയും പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ശരിക്കും ആ സ്ഥലം മുതലാക്കി. അടിപൊളി പ്ലേസ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു റൂമിലേക്ക് വന്നു. അതുകൊണ്ട് ഞങ്ങളൊരു പാർട്ടിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഡേയിൽ സംഭവിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ തിരുത്തുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും സിയാ.